ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും ലിയക്കുട്ടിയും കൂടെ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ചെറിയൊരു നാട്ടുംപുറം കൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇട്ടത്. അല്ലേ ലിയക്കുട്ടിയെ, പോകല്ലേ? ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി. ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യം വഴിയൊന്നുമില്ലായിരുന്നു കേട്ടോ. ഈ വഴി വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ. വഴിയില്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അല്ലേ. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ബൈക്ക് വരെ നിർത്തിയിടാൻ കഴിയില്ലായിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ ആയിരുന്നു നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണെങ്കിൽ വീടും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചൊക്കെ ദൂരമായിട്ടാണ്. അങ്ങനെ ഞാൻ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ പോകണം. ഈ ഭാഗത്തായിട്ട് അപ്പുറവും ഇപ്പുറമൊക്കെ വീടുകളുണ്ട് കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കാണണേ. ഞാൻ ലാസ്റ്റ് ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു ഉത്സവം കാണിക്കുന്നുണ്ട് കേട്ടോ. ആനകളെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഞാനൊരു ഇടവഴി കൂടിയാണ് കേട്ടോ പോകുന്നത്. കുറുക്കിനാണ് പോകുന്നത്. നേരെ അങ്ങാടി കൂടെ പോകണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പോസ്റ്റ് ഓഫീസൊക്കെ എപ്പോൾ പോകുമ്പോഴും ഇവിടെ എത്തിയാൽ ഇത് വഴി അങ്ങോട്ട് പോകും കേട്ടോ. ഇതിൽ കൂടെ ആകുമ്പം നമ്മുടെ പ്രത്യേകിച്ച് ആരും കാണുമൊന്നുമില്ല. അങ്ങാടിയിലാകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഇതിൽ കൂടെ പോകുന്നത്. പിന്നെ ഇതിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു രസമാണ്, പാടം ഒക്കെ കാണാം. ഈ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഇളം കാറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതിൽ കൂടെ പോവാൻ. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ചെറിയൊരു പേടി തോന്നി കേട്ടോ. നല്ലതുപോലെ കാട് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും ദൂരം നടന്നു വന്നില്ല, ഇനി ബേക്കിലോട്ട് പോകണില്ല എന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ട് നടന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ വാഴക്കൃഷിയും കവുങ്ങ് കൃഷിയും ഒക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്നത് നമ്മളിവിടെയുള്ള ഒരു പള്ളിയാണ് കേട്ടോ, നിസ്കാരപ്പള്ളിയാണ്. ഈ കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസ് ഉള്ളത്. അങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ ചെറുതായിട്ട് കാട് മൂടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, പോകാം. അങ്ങനെ പോസ്റ്റ് ഓഫീസിലെത്തിയിട്ടോ. ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടുന്ന് പോരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന വഴിയിലൂടെ തന്നെ പോന്നു കേട്ടോ. പാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ പാടം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല, വെയിലത്ത് നിന്ന് എടുത്തതുകൊണ്ടാണ് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ ഇരുട്ടായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. വിശാലമായി പരന്ന് കിടക്കുന്ന പാടം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിയിലൂടെ അല്ല കേട്ടോ പോകുന്നത്. ഈ കാണുന്ന വഴിയിലൂടെയായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി പോകുന്നത് നമ്മൾ നേരെയാണ്, ഈ ഒരു തോട്ടുവരമ്പിന് നേരെയാണ് കേട്ടോ പോകുന്നത്. ഇതിൽ കൂടെയാണ് ലിച്ചൂസും ലുലു ഒക്കെ സ്കൂളിട്ട് വരുന്നത് കേട്ടോ. ലുലുവിൻ്റെ സ്കൂൾ ബസ് ഇവിടെയാണ് അവളെ ഇറക്കി വിടാറ്. അവിടുന്ന് അവൾ ഇങ്ങനെ നടന്ന് ഈ വഴിയിലൂടെ പോരും കേട്ടോ. ഈ ഭാഗത്തൊക്കെ കുറച്ച് അങ്ങോട്ട് എത്തിയാൽ എടുത്തെടുത്ത് വീടുകളൊക്കെ ഉണ്ട്. ഈ കാണുന്ന വഴി പഞ്ചായത്തുകാർ ശരിയാക്കി കൊടുത്തതാണ് കേട്ടോ. ഇതുപോലെയൊന്നും അല്ലായിരുന്നു ആദ്യം, ഇതുപോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അത് പകുതി വരെയുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഇതുപോലെയാണ്, ബുദ്ധിമുട്ടാണ് നടന്നു പോകാൻ. അങ്ങനെ നമ്മുടെ വീടെത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന റബ്ബറാണിത്. ഇതൊന്നും നമ്മുടെ തോട്ടമൊന്നും അല്ല കേട്ടോ. വീട്ടിലെത്താനായപ്പോഴേക്കും ലിയക്കുട്ടിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവളെ ആദ്യം ഒന്ന് ഉറക്കി. അതിന് ശേഷം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ലേശം നാരങ്ങ വെള്ളം ഉണ്ടാക്കി കേട്ടോ. പിന്നീട് ഞങ്ങളെ നാട്ടിലൊരു ഉത്സവം ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് വാങ്ങിയിട്ടുള്ള ഐറ്റംസാണ് കേട്ടത്. പൊരിയും ജിലേബിയും അലുവയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതൊക്കെ പതുക്കെ ആസ്വദിച്ചിട്ടുണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവത്തിന് ആനകളൊക്കെ ഉണ്ടാകും കേട്ടോ. 2 ആനകളുണ്ടാവും. അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും പോകാറുണ്ടായിരുന്നു കേട്ടോ, ആനകളെ കാണാൻ മാത്രം. പിന്നെ അതുപോലെ അവിടെയുള്ള കടകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കുട്ടികളെ കളിപ്പാട്ടങ്ങളും നമ്മൾ എന്തും വാങ്ങിയിട്ടില്ലെങ്കിലും അതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ്. പിന്നെ അലുവ, ജിലേബി, പൊരി, അതിൻ്റെയൊക്കെ കടകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് കടകൾ ഉണ്ടാവും കേട്ടോ. ഇവിടെ കാരക്കോട് ഉത്സവം എന്നാണ് കേട്ടോ പറയാറ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണിത്. കാരക്കോട് എന്നാണ് കേട്ടോ അവിടുത്തെ സ്ഥലപ്പേര്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കമ്പളക്കല്ല്, അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കേട്ടോ കാരക്കോട്.
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ നാടും നാട്ടിലൊരു ഉത്സവമൊക്കെ കാണിച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും. താങ്ക്